ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് വെച്ചാൽ പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് പച്ചരിയാണ് ആദ്യം എടുത്തിട്ടുള്ളത്. 3 ഗ്ലാസ് പച്ചരി നല്ലോണം കഴുകിയെടുക്കേണ്ട. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ആ വെള്ളത്തിൽ, നല്ല വെള്ളത്തിൽ തന്നെ നമ്മൾ അരി കുതിർക്കാനായിട്ട് ഇടുകയാണ്. എന്നിട്ട് ആ വെള്ളം അരച്ചിട്ടാണ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് കുറേ ടിപ്പുകൾ നമ്മൾ പല വീഡിയോസിലായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടിപ്പുകളും നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്പുകളും ഒക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴുകി വേറൊരു പാത്രത്തിൽ നമ്മൾ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 1.5 ഗ്ലാസ് ഉഴുന്നാണ്, നേർപകുതി 2:1 എന്നുള്ള ഒരു കണക്കിലാണ് ഞാനിവിടെ ഉഴുന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉഴുന്നെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് പൊങ്ങി വരാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മളിവിടെ ഫുള്ള് നേർപകുതിയായിട്ടുള്ള ഉഴുന്നും കിട്ടും, ഫുള്ളായിട്ടുള്ള ഉഴുന്നും കിട്ടും. അപ്പം അതായത് ഉരുണ്ട് മൊത്തത്തിലുള്ള ഉഴുന്നില്ലേ, ആ ഒരു ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതൊരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഒരു വലിയ സ്പൂണിൽ തന്നെ 1 സ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് കുതിർക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് രണ്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. കാര്യം ഉഴുന്ന് നന്നായിട്ട് അരയും വേണം. ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ പച്ചരി അങ്ങനെ അത്ര തീരെ നെയ്യ് പോലെ അങ്ങനെ അരയണമെന്നില്ല. ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് സാധാരണ ചെറിയ തരിയോടുകൂടി തന്നെയാണ് അരയ്ക്കാറുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉഴുന്ന് അരച്ചെടുക്കുകയാണ്. ഉഴുന്നും കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്നും ഉലുവയും നമ്മൾ ഒരുമിച്ചിട്ട് അരക്കുകയാണ്. നല്ല പേസ്റ്റായിട്ട് നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഉഴുന്നരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഉഴുന്നരക്കാനായിട്ട് നമ്മൾ ഉഴുന്ന് കുതിർക്കാനിട്ടിരിക്കണ അതേ വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. അതുകൊണ്ടാണ് നന്നായിട്ട് കഴുകിയിട്ടിടണം എന്ന് പറയുന്നത്. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാമല്ലോ. ആ വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പൊന്തി വരികയും ചെയ്യും നല്ലോണം. അതുപോലെ തന്നെയുള്ള അടുത്ത ടിപ്പാണ്, പൊങ്ങി വരാനായിട്ടൊരു ഈസി ടിപ്പാണിത്. അതായത് നമ്മൾ അരക്കുമ്പോൾ മിക്സിയുടെ ജാറൊക്കെ നന്നായിട്ട് ചൂടായി ഇഡ്ഡലി കല്ലച്ച് പോകാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുമാതിരി നമ്മളൊരു 3-4 പീസ് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അരക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടും. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കുതിരാനായിട്ട് ഫ്രിഡ്ജിൽ അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിടുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് അരച്ചാലും മതി. അപ്പോൾ നല്ലവണ്ണം തണുത്തിട്ടിരിക്കുമല്ലോ. അപ്പോൾ അരക്കുമ്പോഴത്തേക്ക് അങ്ങനെ അരച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കാണ്ടിരിക്കാനായിട്ട്. കാര്യം ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളം ലൂസായി കഴിഞ്ഞാൽ ഇഡ്ഡലി അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അത് കാരണം വെള്ളം നമ്മൾ കുതിർക്കാനിട്ട വെള്ളമാണെങ്കിലും അതൊരു ഒരു കട്ടിപ്പരുവത്തിലാക്കിയാൽ മതി. നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് വെള്ളം ചേർക്കാമല്ലോ. അപ്പോൾ അതേ മിക്സിയുടെ ജാറിൽ തന്നെ നമ്മൾ പച്ചരി കുതിർക്കാനിട്ടിരിക്കുന്നത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റായിട്ടൊന്നും അരക്കണ്ട, ചെറിയ തരിയോടുകൂടി തന്നെയാണ് നമ്മൾ അരക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പച്ചരി ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇതിലും ഞാൻ ഈ സെയിം വെള്ളം തന്നെയാണ് ചേർക്കുന്നത്. ഇതിൽ സെയിം വെള്ളം ചേർക്കണം എന്നില്ല എങ്കിൽ പോലും നന്നായിട്ട് കഴുകി ഇട്ടിട്ടുള്ള വെള്ളമായത് കാരണം കുതിർന്ന അതേ വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇതോടൊപ്പം തന്നെ പച്ചരിയുടെ ഒപ്പം നമ്മൾ 3 തവി ചോറാണ് ഇടുന്നത്. ചോറ് മീഡിയം സൈസ് തവിയാണ്. അത് കാരണം അതിലൊരു 3 തവി ചോറ് ഞാൻ ഇടുന്നുണ്ട്. അതിലും ഇതേപോലെ തന്നെ ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്. ഐസ് ക്യൂബ്സ് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. തണുപ്പ് കിട്ടുന്ന അത്രയും നല്ലതാണ്. തണുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ പൊങ്ങി വരാറില്ല പൊതുവെ. പക്ഷേ എങ്കിലും ഐസ് ക്യൂബ് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ മിക്സിയുടെ ജാറ് ചൂടാവുന്നതുകൊണ്ടാണ് ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ സെയിം വെള്ളം തന്നെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ച് തരാം. അപ്പോൾ ഒരുപാട് വെള്ളത്തിൽ കുതിർന്ന് നിൽക്കണില്ല, ആ ഒരു ലെവലിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഉഴുന്നിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പാകത്തിനുള്ള കൺസിസ്റ്റൻസി ആയിക്കോളും. അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഈ ഒരു ഇതിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ
5 മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. തവിയും കൊണ്ടൊക്കെ ഇളക്കി വെക്കുമ്പോഴത്തേക്കാണ് ശരിക്കും നന്നായിട്ട് പൊങ്ങി വരാത്തത്. നമ്മളിങ്ങനെ ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിക്ക് തന്നെ പൊങ്ങി വരും. ഒരു 5 മിനിറ്റോളം ഞാൻ കണ്ടിന്യൂസ് ഇങ്ങനെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആവുന്ന പോലെ ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ദോശ ഉണ്ടാക്കാനുള്ള പരുവത്തിലായി പോവും. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ള ഇതിൽ തന്നെയാണ് നമ്മൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇഡ്ഡലിയുടെ പരുവത്തിന് ആക്കി നമ്മൾ മിക്സ് ചെയ്ത് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ തലേന്ന് രാത്രിയാണ് അരച്ച് വയ്ക്കുന്നത്. നമുക്ക് പിറ്റേന്ന് രാവിലത്തേക്ക് ഉണ്ടാക്കാനുള്ള പരുവത്തിന് നമ്മൾ തലേന്ന് രാത്രിയാണ് അരച്ച് വയ്ക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ തുടക്കത്തിൽ ഞാൻ അരി ഉഴുന്ന് എത്ര മണിക്കൂറാണ് കുതിർക്കാനിട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ചിലർ പറയും 1 മണിക്കൂറൊക്കെ ഇട്ടാൽ മതി, ചിലർ 3 മണിക്കൂർ ഇടാറുണ്ട്, ചിലർ 5 മണിക്കൂറൊക്കെ വരെ ഇടാറുണ്ട്. നമ്മൾ ശരിക്കും ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം ഇടണം. എങ്കിൽ മാത്രമേ അരി ആയാലും ഉഴുന്നായാലും നല്ല രീതിക്ക് കുതിർന്ന് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് അരയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ നല്ല രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. 3 മണിക്കൂറൊക്കെ ഇട്ടാൽ മതിയാവും. എന്നിട്ട് നമുക്ക് കുതിർത്ത് അരച്ച് ഇതുപോലെ ഒരു 5 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ തലേന്ന് രാത്രി നമ്മളിതുപോലെ അരച്ച് മൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് പിറ്റേന്ന് രാവിലത്തേക്കാണ് നമുക്ക് റെഡിയാക്കാനുള്ളത് ഇഡ്ഡലി. ഇപ്പം മാവ് പൊങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇത് അത്യാവശ്യം കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പതഞ്ഞ് സോപ്പ് പോലെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ബബിൾസൊക്കെ ആയിട്ട് നിറച്ച് വെച്ചിരുന്നതിനും നല്ലോണം ഇരട്ടിച്ചിട്ടുണ്ട് മാവ്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു തിക്നെസ്സിൽ തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലെയുള്ള ഇഡ്ഡലി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഉപ്പിടാതെയാണ് നമ്മൾ തലേന്ന് മാവ് വയ്ക്കേണ്ടത്. അപ്പോൾ പുളിച്ച് പൊങ്ങാനൊക്കെ പാടായിരിക്കും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. പാകത്തിനുള്ള ഉപ്പ് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അതിനായിട്ട് തട്ടിലൊക്കെ നന്നായിട്ട് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇഡ്ഡലി തട്ടിൽ നമുക്ക് ഇഡ്ഡലി റെഡിയാക്കാം. അതിനായിട്ട് നെയ്യോ എണ്ണയോ എന്ത് വേണേലും ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പാത്രം ഇഡ്ഡലി തട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇഡ്ഡലി ഒഴിക്കുക. അത് വേറൊരു ടിപ്പാണ് കേട്ടോ. ശരിക്കും ചൂടാവാണ്ട് വെള്ളം വെച്ച ഉടനെ തന്നെ നമ്മൾ അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്കും ഇഡ്ഡലി കല്ലച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം ആവി വന്ന് തുടങ്ങുന്ന ടൈമിൽ ഇതുപോലെ പാത്രം വെച്ചിട്ട് അതിലേക്ക് കോരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇഡ്ഡലി കിട്ടാറുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലേ, നമ്മൾ കേക്ക് ബാറ്ററൊക്കെ പോലെ ഇങ്ങനെ മടക്ക് വീണ് വരുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിൽ കറക്റ്റ് പരുവെന്ന് വേണമെങ്കിൽ പറയാം. അത് സോഫ്റ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ അങ്ങനെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഡ്ഡലി കിട്ടാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ 2 തട്ടിലും എണ്ണയൊക്കെ ഒഴിച്ച് തടവിച്ചിരിക്കുകയായിരുന്നു. അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 2 തട്ടിലും മാവ് ഫില്ല് ചെയ്ത് നമ്മൾ അടച്ചു വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇഡ്ഡലി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇഡ്ഡലി കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് സോഫ്റ്റ് ആണോ അല്ലേ നിങ്ങൾക്ക് കാണണ്ടേ. നമുക്ക് എന്തായാലും തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുക്കാം. തട്ടിൽ നിന്ന് ഇഡ്ഡലി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ കടിച്ചു പറിച്ച പോലെ ഇരിക്കരുത് ഇഡ്ഡലി. അതായത് തട്ടിൽ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം മാത്രം ഇഡ്ഡലി പതിയെ കൈകൊണ്ട് പിടിച്ചെടുത്താൽ മതി. അതാകുമ്പം എണ്ണ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അത് തനിയെ വിട്ട് വരികയും ചെയ്യും. ഇതേപോലെ സോഫ്റ്റായിട്ട് നമുക്ക് ഇഡ്ഡലി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇഡ്ഡലിയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചൂട് നന്നായിട്ട് പോകുന്നതിന് മുമ്പ് എടുക്കുമ്പോഴത്തേക്കുമാണ് ഇങ്ങനെ പറഞ്ഞ് വിണ്ടൊക്കെ ഇരിക്കണത്, അങ്ങനെയൊക്കെ ആയി പോണത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് എണ്ണ തൂത്ത് വയ്ക്കണോണ്ട് തന്നെ നമുക്ക് ചൂട് നന്നായിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അഥവാ നമുക്ക് ചൂടാറാൻ വയ്ക്കാനുള്ള ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് തിരക്കാണ് ധൃതിയാണ്, നമുക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു എളുപ്പ വഴി കൂടിയുണ്ട്. അതായത് ഈ തട്ട് പൈപ്പിൻ്റെ അടിയിലൊന്ന് കമഴ്ത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ
അതിൻ്റെ ചൂട് പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യും. വെള്ളം ഇഡ്ഡലിയിലേക്ക് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതുപോലെ ആക്കിയിട്ട് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇഡ്ഡലി മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇഡ്ഡലി സോഫ്റ്റ് ആണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇഡ്ഡലിയും ചട്നിയായിട്ട് കഴിച്ച് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയാണ്. മാവ് നല്ല സോപ്പ് പോലെ പതഞ്ഞ് വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ഇഡ്ഡലിയും അതേപോലെ തന്നെ സോഫ്റ്റാണ്. അപ്പോൾ ഈ കുറച്ച് ടിപ്പുകൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. ഒരിക്കലും ഇഡ്ഡലി ഫ്ലോപ്പായി പോവില്ല. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇനിയും അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടണമെങ്കിൽ ഈ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് ഇതേ ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളി ഇഡ്ഡലി, സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി നിങ്ങൾക്ക് കിട്ടും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം കേട്ടോ.